ഹലോ, അസ്സലാമലൈക്കും. സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇഞ്ചും പുളിയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയൊക്കെ വേണ്ടിയ സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. പിന്നെ പൊടികളൊക്കെ ഉണ്ട്, അത് പിന്നെ കാണിക്കാം കേട്ടോ. നമ്മൾ അതേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളകും പൊടി, വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി. പല സ്ഥലങ്ങളിലും പല വെപ്പാണ് ഇഞ്ചിപ്പുളി. ഞാൻ എൻ്റെതായ സ്റ്റൈലാണ് വെക്കുന്നത് കേട്ടോ. സവാള ഇട്ട് കൊടുത്തു. നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ചോദിച്ചിട്ട് നല്ല വാടിയതിന് ശേഷം നമുക്ക് പുളിങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വാടിയതിന് ശേഷം നമുക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുളിങ്ങ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിങ്ങ വെള്ളം അത് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കായം ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. നമുക്കൊരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച് ഒന്ന് എല്ലാതും കൂടെ യോജിച്ച് വേവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാണിച്ചു തരാം. നമ്മുടെ ഇഞ്ചും പുളി നല്ലോണം തിളച്ച് വേവുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഇറക്കാം നമുക്ക് കേട്ടോ. നമുക്കതിലേക്ക് മുളകും ഉണക്കമുളകും വേപ്പില മാറ്റിയത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. പലരും പല വിധത്തിലാണ് വെക്കൽ. നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അസ്സലാമലൈക്കും. നിങ്ങളെ ഇത് കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമലൈക്കും.